ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജുലോസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 11 റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ രേണു സുധിയുടെ കരച്ചിൽ നാടകം സെപ്റ്റിക് ടാങ്ക് വിഷയം, മറ്റൊന്ന് ഈ മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ മിഡ് വീക്ക് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാമത്തെ ദിവസത്തെ ടാസ്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകനവും, മൂന്നാമത്തേത് നമ്മുടെ ജിസേലിൻ്റെ മേക്കപ്പുമായി ബന്ധപ്പെട്ട് ജിസേലും അനുമോളും തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രേണു സുധിയുടെ കരച്ചിൽ നാടകം. രേണു സുധി ഈ ഒരു സെപ്റ്റിക് ടാങ്ക് വിഷയം നല്ല രീതിയിൽ തന്നെ ഡ്രമാറ്റിക് ആക്കിയിട്ട് അതൊരു കണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് രേണു സുധിയെ വിളിച്ചതിനോട് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, 100% എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അക്ബർ അങ്ങനെ വിളിക്കരുതായിരുന്നു. അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം ലാലേട്ടൻ പോകുന്നതിന് മുൻപ് അക്ബറിനോടൊരു കാര്യം പറഞ്ഞിരുന്നു, രേണു സുധിയോട് അടുത്ത വീക്കെൻഡിൽ ഞാൻ വരുന്നതിന് മുൻപ് രേണു സുധിയോട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അക്ബറിന് അതിൻ്റെ പണി കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധി ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആ പേരിന് യോഗ്യതയുള്ളവളല്ല, ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് യാതനകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ആ പേരിന് യോഗ്യതയുള്ളവളല്ല, ഞാൻ ഒരിക്കലും അക്ബറിനോട് ക്ഷമിക്കില്ല, അക്ബറിന് മാപ്പ് കൊടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് രേണു സുധിയുടെ ഒരു ഗെയിമാണ് എന്നുള്ളത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അപ്പോൾ രേണു സുധി ആ ഒരു സെപ്റ്റിക് ടാങ്ക് വിഷയം പിറ്റേ ദിവസവും പറഞ്ഞ് നടന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു ആ ഒരു വിഷയം അവിടെ കഴിഞ്ഞതാണ്. വീണ്ടും അതുമായിട്ട് അതൊരു കണ്ടൻ്റാക്കി അതൊരു സിമ്പതി ട്രാക്ക് പിടിക്കാൻ രേണു സുധി ശ്രമിക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. അപ്പോൾ രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തു ചെയ്തു, അവർക്ക് എത്രത്തോളം സൈബർ അറ്റാക്ക് നേരിട്ടു, അല്ലെങ്കിൽ അവരുടെ പുറത്തുള്ള ആ ഒരു ലൈഫ് എന്താണ് എന്നതിനെ ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യവും പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് രേണു സുധി ഒരു വിധവയാണ്, ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് അവരുടേതായ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ രേണു സുധി നോക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് രേണു സുധി നടത്തുന്ന ഈ ഒരു പട്ടി ഷോയോട് പേഴ്സണലി എനിക്ക് യാതൊരു കാരണവശാലും യോജിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അക്ബർ ആയിക്കോട്ടെ, രേണു സുധി മനഃപൂർവ്വം തൻ്റെ ബിഗ് ബോസ് വീട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് രേണു സുധിയുടെ പാസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ലൈഫുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ മനഃപൂർവ്വം സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത് പിന്നെ ഈ ഒരു സെപ്റ്റിക് ടാങ്ക് വിഷയത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ നമുക്കൊരിക്കലും അക്ബറിനോട് യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസും ഓരോരുത്തർക്കും എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ അവർ മെൻ്റലി ഫിസിക്കലിയും നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും, നമ്മളെ എങ്ങനെയൊക്കെ ഡൗൺ ആക്കാനായിട്ട് ശ്രമിക്കും. അതിൻ്റെ പേരിൽ ജസ്റ്റ് അക്ബർ പറഞ്ഞൊരു കാര്യം മാത്രമാണ് രേണു സുധിക്ക് കൊടുക്കുന്ന പേര് സെപ്റ്റിക് ടാങ്ക് എന്നത്. പക്ഷേ അതിനെ വീണ്ടും യാതൊരു കണ്ടന്റും ഉണ്ടാക്കാതെ ഇത് തന്നെ പിടിച്ച് അതിൽ തന്നെ കയറി പിടിച്ചുകൊണ്ട് അതിൽ തന്നെ ആളുകളുടെ സിമ്പതി നേടിയെടുക്കുന്നതിനോട് എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ രേണു സുധി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു എന്ന് ചോദിച്ചപ്പോഴും രേണു സുധി ഇല്ല എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം അക്ബർ ഒരുപാട് ശ്രമിച്ചിരുന്നു രേണു സുധിയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായിട്ട്. ആ ഒരു ലവ് ഷേപ്പിലുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേണു സുധി മാപ്പ് കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ഇത് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അക്ബറിനെ ബിഗ് ബോസ് പുറത്താക്കും എന്നുള്ളൊരു ധാരണ കൊണ്ടായിരിക്കും രേണു സുധി അങ്ങനെ ഈ ഒരു ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് അക്ബറിനോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്, രേണു സുധി ഈ ഒരു വിഷയത്തിന്മേൽ അക്ബറിനെ ബിഗ് ബോസ് പുറത്താക്കുകയാണ് എന്നുണ്ടെങ്കിൽ സധൈര്യം അഭിമാനത്തോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരിക. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ രേണു സുധിയുടെ ഭാഗത്തുള്ള തെറ്റുകളും രേണു സുധിയുടെ ഭാഗത്തുള്ള ശരികളും അക്ബറിൻ്റെ ഭാഗത്തുള്ള ശരികളും അക്ബറിൻ്റെ ഭാഗത്തുള്ള തെറ്റുകളും മനസ്സിലാക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ അക്ബറിൻ്റെ കൂടെയാണ്. അങ്ങനെ അക്ബർ പുറത്തോട്ട് വരികയാണെങ്കിൽ അക്ബർ നല്ലൊരു ഗെയിമറാണ് എന്നുള്ളത് ഞാൻ പറയും, അത് തീർച്ചയാണ്. അടുത്തത് നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ അഥവാ മിഡ് വീക്ക് എവിക്ഷൻ. ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ നിന്നും റിലീസ് ആവാനായിട്ട്, അതായത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് രണ്ടാമതൊരു ടാസ്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു ടാസ്കിങ് ഏരിയയിൽ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് തന്നെ ഫ്രിഡ്ജ്, ഓരോരുത്തരുടെ പേരുകൾ എഴുതിയിട്ടുള്ള ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഈ സഹായികളായിട്ട് വരുന്ന ആളുകൾ ആ ഫ്രിഡ്ജിലേക്ക് ലോഡ് ചെയ്യണം. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ ഏറ്റവും അവസാനം ആദ്യം തന്നെ ഈ ഒരു ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ടൂൾസൊക്കെ ഒരുപാട് ഇട്ടുകൊണ്ട്, അതായത് ടൂൾസ് ആകുമ്പോൾ ഒരു ബോക്സിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓരോ ടൂൾസും ഓരോ നമ്പേഴ്സായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട്
വന്നിട്ട് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് നമ്മുടെ അനീഷായിരുന്നു. അപ്പോൾ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറയുകയാണ്, എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള പില്ലോസോ പാവകളോ ടെഡി ബിയറോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ടൂളുകളോ ഒന്നും തന്നെ വെക്കാറില്ല. ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുന്ന സാധനങ്ങൾ മാത്രം അതിനകത്തേക്ക് വെച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അതായത് കുറച്ച് ലോജിക്കോടുകൂടി നിങ്ങൾ ഈ ടാസ്ക് കൈകാര്യം ചെയ്യണമായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം അതിനകത്തേക്ക് വെക്കണമായിരുന്നു എന്നുള്ളത് പറയുകയാണ്. അത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതെല്ലാം എത്ര സാധനങ്ങൾ ഈ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം പോയിൻ്റ് ഏറ്റവും കുറവ് നമ്മുടെ ഷാരിക, അനീഷ്, ഇവർക്ക് രണ്ടുപേർക്കാണ്. ഇവരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഷാരിക ബിന്നി നല്ല രീതിയിൽ തന്നെ തനിക്ക് വേണ്ടി സഹായിച്ചില്ല, ബിന്നി കുതിങ്കാല് വെട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരെയും വിളിച്ചിരുത്തുകയാണ്. അതിനുശേഷം ബിഗ് ബോസ് തന്നെ ചോദിക്കുകയാണ്, ഈ ഡേഞ്ചർ സോണിൽ വന്ന എല്ലാവരോടുമായിട്ട്, ഈ 6 പേരോടുമായിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹായികളായി വന്ന ആളുകളിൽ നിങ്ങൾ സംതൃപ്തരാണോ, അവരുടെ പെർഫോമൻസിൽ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് പറയുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം നമ്മുടെ ഷാരികയും അനീഷും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഷാരിക പറയുന്നത് തന്നെ സഹായിക്കാനായി വന്ന ബിന്നിയുടെ പെർഫോമൻസിൽ താൻ സാറ്റിസ്ഫൈഡ് അല്ല, ബിന്നി തന്നെ മനഃപൂർവ്വം പെടുത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ബിന്നി എന്നെ മനഃപൂർവ്വം പരാജയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു, എന്നെ ആ ഒരു ഇരുട്ട് മുറിയിലേക്ക് അയച്ചു വിടാനായിട്ട് ബിന്നി മനഃപൂർവ്വം കളിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തത് ആദിലയും നൂറയും കുറിച്ച് പറയുന്നത് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ബിന്നി ഒരു ജെന്യൂൻ പേഴ്സൺ ആണ് എന്നുള്ളത് എനിക്ക് ഇതുവരെയുള്ള കണ്ടിട്ടുള്ള ലൈവുകളിൽ വെച്ച് നോക്കുമ്പോൾ ബിന്നി ഒരു ജെന്യൂൻ പേഴ്സൺ ആണ് എന്നുള്ളത് തോന്നുന്നു. കാരണം ബിന്നിക്ക് നിലപാടുകളായിക്കോട്ടെ, ടാസ്ക് കൊടുക്കുന്ന സമയത്തോടെ ബിന്നി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിന്നിക്ക് ഇത് കേട്ടതോടുകൂടി ബിന്നി വല്ലാതെ അപ്സെറ്റായി. അപ്പോൾ ബിന്നി ഇതിൻ്റെ ഒബ്ജക്ഷൻ എന്നോണം പറയുന്നുണ്ട് ഷാരികയോട്, ഞാൻ എൻ്റെ 100% എഫേർട്ട് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കളിച്ചത്, ഒരിക്കലും ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം എന്നുള്ള യാതൊരു വിധത്തിലുള്ള അങ്ങനെ എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ ജെന്യൂനായാണ് നിന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തത് നൂറയാണ് എനിക്ക് സാധനങ്ങളെല്ലാം എടുത്തു തന്നത്, ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഫ്രിഡ്ജിനകത്തേക്ക് ലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നൂറയ്ക്കാകെ ഇത് കേട്ടതോടുകൂടി നൂറയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പം നൂറ വീണ്ടും തൻ്റെ ഭാഗത്തുള്ള ഒരു ശരികൾ പറയുന്നു. അങ്ങനെ നൂറയും ഷാരികയും ബിന്നിക്ക് നേരെ തിരിയുകയാണ്. അങ്ങനെ അവിടെ ആ ഒരു കലഹമുണ്ടാകുന്നു. അതിനുശേഷം അവരെ ഇരുത്തിയതിന് ശേഷം ബിഗ് ബോസ് അടുത്ത് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു ചൊറിയൻ മുഴുവാണല്ലോ. അനീഷ് എത്ര നല്ലത് ചെയ്താലും ഒരു നല്ലതാണ് എന്ന് പറയാത്ത അല്ലെങ്കിൽ അത് സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അനീഷ് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്തും അനുമോളുമായിരുന്നല്ലോ അനീഷിൻ്റെ സഹായികളായി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പാനി ശരത്തും അനുമോളും തന്നെ 100% സഹായിച്ചില്ല, തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അവർ രണ്ടുപേരും കളിച്ചതാണ്. അവരെ ഞാൻ ജെന്യൂനായാണ് വിളിച്ചത്. 100% ഞാൻ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ അപ്പാനി ശരത്തായിക്കോട്ടെ നമ്മുടെ അനുമോളായിക്കോട്ടെ ഇവർ രണ്ടുപേരും കുറച്ചൊന്ന് ലാഗായിരുന്നു, അവർ കളിയിൽ കുറച്ച് ഉഴപ്പിയിരുന്നു എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. ലൈവ് കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലാവുമായിരിക്കില്ല, അവർ കുറച്ചൊന്ന് അതിൽ ഉഴപ്പി എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ അക്കാര്യം അനീഷ് പറയുന്നുണ്ട്. പക്ഷേ ഡേ 2 അവരുടെ 100% എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ കളിച്ചത്. മാക്സിമം അവരെന്നെ ഇതിൽ നിന്നും റിലീസാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസ് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ആദ്യ ദിവസം ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ സംബന്ധിച്ച് അവരോട് ഒരു കാര്യം പോലും പറഞ്ഞതില്ല. അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ആദ്യ ദിവസം നമ്മുടെ അനുമോളായിക്കോട്ടെ ശരത്ത് അണ്ടർ പ്രഷറിലായിരുന്നു, ഭയങ്കരമായിട്ട് പാനിക്കായിരുന്നു. ശരത്തിന് എന്ത് ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ ലോ പെർഫോമൻസ് ആയിരുന്നു. അനുമോളായിക്കോട്ടെ ആ ഒരു സേഫ്റ്റി കിറ്റ് പോലും ധരിക്കാതെയാണ് ചളിക്കകത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ദേഷ്യഭാവത്തോട് പറഞ്ഞതിന് ശേഷമാണ് അനുമോള് ആ ഒരു സേഫ്റ്റി കിറ്റ് ധരിച്ചത്. അനുമോള് കുറച്ച് ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ടാണോ എന്താണ് എന്നുള്ളത് അറിയില്ല, പക്ഷേ കുറച്ചൊന്ന് ഉഴപ്പിയതായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഒരുപാട് സമയം എടുത്തു. ആദ്യം ഒരു കയ്യിൽ ആ ഒരു സേഫ്റ്റി കിറ്റ് ധരിക്കാനായിട്ട് വരുന്നു, അതിനുശേഷം പിന്നെയും പോകുന്നു, താക്കോൽ കിട്ടിയിട്ടും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് പോലെയൊക്കെ തോന്നി. എനിക്ക് അങ്ങനെ തോന്നി. പ്രേക്ഷകർക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ടൈം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ അവരെ ഉഴപ്പിയതായി അനീഷും പറയുന്നുണ്ട്. പക്ഷേ ഡേ 2 അവരുടെ 100% എഫേർട്ട് ഇട്ടിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് ബിഗ് ബോസിനോട് പറയുകയാണ്, ഇതിൻ്റെ ഒബ്ജക്ഷൻ ഞങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം കൂടി ബിഗ് ബോസ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് പറയുകയാണ്, ഇവൻ നന്ദി കെട്ടവനാണ്, ഞങ്ങൾ
മാക്സിമം ഞങ്ങളുടെ 100% ഇട്ടുകൊണ്ടാണ് കളിച്ചത്. അനുമോൾ പറയുന്നത് എൻ്റെ കൈയും കാലും പൊട്ടിയിട്ട് പോലും ഞാനത് ശ്രദ്ധിക്കാതെ ഞാൻ അനീഷിനെ എങ്ങനെയെങ്കിലും റിലീസ് ആക്കണമെന്ന് ശ്രമിച്ചത്. ഇത് അനീഷിന് വേണ്ടിയല്ല, അനീഷ് എന്തോ പറയട്ടെ, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളിക്കുന്ന ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ടാസ്കിൽ 100% ഇടണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞങ്ങൾ മാക്സിമം എടുത്തിരുന്നു. ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതിൽ പ്രേക്ഷകർ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 100% ഞങ്ങൾ കളിച്ചു എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഡേ 2 അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടിരുന്നു. പക്ഷെ അത് അനീഷ് പക്ഷേ ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അനീഷ് ആ ഒരു ഡേഞ്ചർ സോണിലായതുകൊണ്ട് അനീഷിന് മറ്റ് ഈ സഹായികളായിട്ട് മറ്റ് ഇവരെ മാറ്റണം എന്നുള്ളത്, ഒരു ചാൻസ് കൂടെ തരണം എന്നുള്ളത് അനീഷ് പറയുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്നത് ശാരികയും അനീഷുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരിലും ഒരുപക്ഷെ ഇവർ രണ്ടുപേരുമായിരിക്കും ആ ഒരു ഡേഞ്ചർ സോണിൽ പോകുന്നത്, അതായത് ആ ഒരു ഇരുട്ടുമുറിയിലേക്ക് പോകുന്നത്, അജ്ഞാതവാസത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവരവരുടെ ഭാഗം പറയും, പക്ഷേ ഈ സഹായികളായി വന്നവർ അവരുടെ ഭാഗവും പറയും. അത് ഗെയിമാണ്. ഗെയിമിൻ്റെ ആ ഒരു രീതിയിൽ മാത്രമാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരത്തൊക്കെ പറയുന്നുണ്ട് ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ടൂൾസ് എടുക്കാനായിട്ട് ഇവൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം അവനത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അടുത്തത് നമ്മുടെ കിച്ചണിൽ അനീഷ് ഇപ്പോൾ കിച്ചൺ ടീമിലാണല്ലോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് മുൻഷി രഞ്ജിത്ത് ആയിക്കോട്ടെ, ഉനിയൽ സാബു ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ കിച്ചണിലായതുകൊണ്ട് സരിക, അപ്പം ഞങ്ങൾ കിച്ചണിലായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം ക്യാമറ മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത് കിച്ചണിലേക്കാണ്. കാരണം അനീഷ് അവിടെയാണ് ഉള്ളത്. അനീഷ് കിച്ചണിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനീഷ് കിച്ചണിൽ ഇരുന്നിട്ട് മനഃപൂർവ്വം ജിസേലുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. അതിനുശേഷം ഈ ചോറ് കളയാൻ പോകുന്നു, പഴയ ചോറ്, ഉച്ചയ്ക്ക് വെച്ച ചോറ് കളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നു. അടുത്തത് ജീവിതകഥ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭിലാഷ് സരിക മറ്റാരോ ഒരാൾ കൂടിയുണ്ട്. അവരുടെ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അവരുടെ ജീവിതകഥയാണ് കണ്ടത്. അടുത്തത് നമ്മുടെ ജിസേലിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് ജിസേൽ ബിഗ് ബോസിനെ അനുസരിക്കാത്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ലാസ്റ്റ് വാർണിംഗ് വരെ കൊടുത്തിരുന്നാണ്, ആ ഒരു ഷോ വരെ താൽക്കാലികമായി നിർത്തിവെക്കും എന്ന് പറഞ്ഞിട്ട് പോലും ജിസേലിന് മനസ്സിലാകുന്നില്ല. ജിസേൽ എന്തുകൊണ്ടാണ് മേക്കപ്പ് യൂസ് ചെയ്യാതെ ജിസേലിന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതൊരു പക്ഷേ അവരുടെ അപകർഷതാബോധമാണോ, അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിലേക്ക് ഇതെങ്ങനെ പോകും എന്നുള്ള ആ ഒരു തോന്നലാണോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ജിസേൽ മനഃപൂർവ്വം ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അന്ന് തന്നെ പറഞ്ഞതാണ് ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷാനവാസും ആദിലയും നൂറയും തമ്മിൽ രാവിലെ തന്നെ സംസാരിക്കുന്നുണ്ട്. ജിസേലിൻ്റെ കയ്യിൽ ഈ സാധനങ്ങളുണ്ട്, മേക്കപ്പ് സാധനങ്ങളുണ്ട്. ബീട്രൂട്ട് ലിപ് ബാം അല്ല ജിസേൽ ഉപയോഗിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ജിസേൽ എവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആദിലയോടും നൂറയോടും ഷാനവാസ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസ് പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അനുസരിപ്പിക്കണം, അത് നമ്മളുടെ ചുമതലയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയും, ഞാനത് ഏറ്റുപിടിക്കാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ചൊല്ലിയാണ് അവസാന രാത്രിയിൽ അനുമോളും ജിസേലും തമ്മിലുള്ള വഴക്കുണ്ടാവുന്നത്. അനുമോൾ ഈ ടിഷ്യൂ പേപ്പറിൽ ജിസേൽ എന്തോ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ എന്തോ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. അങ്ങനെ ജിസേലും അനുമോളും തമ്മിൽ നല്ലൊരു അടി നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് ജിസേലിനോട് അവർ മുഖത്ത് നോക്കി അതിനെപ്പറ്റി സംസാരിക്കാത്തത്, ചോദിക്കാത്തത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അവർ പരസ്പരം മാറിയിരുന്നുകൊണ്ട് ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ജിസേൽ ഈ മേക്കപ്പ് ബിഗ് ബോസ് വാൺ ചെയ്തിട്ട് പോലും അത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ ജിസേലിനോട് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അവിടെ ആർക്കുമില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ തന്നെ വന്നതിനെക്കുറിച്ച് ചോദിച്ച് ബിഗ് ബോസ് പോലും പറഞ്ഞിട്ട് അനുസരിക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റൻ്റ് പിന്നെയും അവിടെ തുടരുന്നത്, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നതും ലാലേട്ടൻ പറയുന്നതും അനുസരിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് മാത്രം അവിടെ നിന്നാൽ മതി. അത് പിന്നെ ഇപ്പോൾ ഹിന്ദി ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ, തമിഴ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ, ആരാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്.